അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വഉസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനൽ ഹബീബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായി ഈ ജീവിതത്തിനും അപ്പുറം എന്ന വിഷയത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തോടുകൂടി ഈ പരമ്പര ഇവിടെ അവസാനിക്കുകയാണ്. സ്വർഗവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു ഏറ്റവും അവസാനം ചർച്ച ചെയ്ത ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിരുന്നത്. ആ സ്വർഗമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നും ആ സ്വർഗം നേടാൻ ഉതകുന്ന പ്രവർത്തനങ്ങളാണ് നാം ചെയ്യേണ്ടത് എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുകയുണ്ടായി. സ്വർഗത്തിലെ ഭക്ഷണപാനീയങ്ങളും അവിടുത്തെ സുഖസൗകര്യങ്ങളും നമുക്ക് വിവരിച്ച് തീർക്കുക സാധ്യമല്ല. കാരണം ഇന്നുവരെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനസ്സിനും ചിന്തിക്കാൻ പോലും സാധിക്കാത്തത്ര വിശാലമായ സൗകര്യങ്ങളാണ് പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത്. ആ സ്വർഗത്തിൻ്റെ സുഗന്ധത്തിൻ്റെ അവസ്ഥ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്ത ഹദീസുകളിൽ വിവിധ രീതിയിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, വ ഇന്ന റീഹഹ ലയൂജദു മിൻ മസീറത്തി കദാ വ കദാ. ആ സ്വർഗത്തിൻ്റെ പരിമളം വളരെ വിദൂരതയിൽ നിന്ന് തന്നെ ആസ്വദിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ളതാണ്. ചില ഹദീസുകളിൽ കാണാം, വ ഇന്ന റീഹഹ ലയൂജദു മിൻ മസീറത്തി 40 ആമ. അതിൻ്റെ പരിമളം 40 വർഷത്തെ വഴിദൂരത്തിൽ നിന്ന് തന്നെ അനുഭവപ്പെടാൻ സാധിക്കും. മറ്റൊരു റിവായത്തിലുള്ളത്, വ ഇന്ന റീഹഹ തൂജദു മിൻ മസീറത്തി 70 ആമ. 70 വർഷത്തെ വഴിദൂരത്ത് നിന്ന് തന്നെ ആ സ്വർഗത്തിൻ്റെ സുഗന്ധം ആസ്വദിക്കാൻ കഴിയും എന്നാണ്. മറ്റു ചില റിവായത്തുകളിൽ, വ ഇന്ന റീഹ ലയൂജദു മിൻ മസീറത്തി 500 ആം. 500 വർഷത്തെ വഴിദൂരത്തിൽ നിന്ന് തന്നെ സ്വർഗത്തിൻ്റെ പരിമളം ആസ്വദിക്കാൻ, അനുഭവിക്കാൻ സാധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്നാൽ സഹോദരങ്ങളെ, അതിവിദൂരത്ത് നിന്ന് തന്നെ ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയുന്ന സ്വർഗത്തിൻ്റെ സുഗന്ധം ഒരൽപ്പം പോലും ആസ്വദിക്കാൻ കഴിയാത്ത, സ്വർഗത്തിൽ നിന്ന് അകറ്റപ്പെടുന്ന ചില ദൗർഭാഗ്യവാന്മാരെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ജനങ്ങളെ അന്യായമായി ദ്രോഹിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളും, അതോടൊപ്പം തന്നെ വസ്ത്രം ധരിച്ചിട്ടും നഗ്നത പുറത്ത് കാണിക്കുന്ന സ്ത്രീകളും സ്വർഗത്തിൻ്റെ പരിമളം, സുഗന്ധം ആസ്വദിക്കാനാകാത്തവരാണെന്ന് ഇസ്ലാം നമ്മെ അറിയിക്കുകയാണ്. നമുക്കൊക്കെ കേട്ടു പരിചയമുള്ള ഹദീസാണ്, സിൻഫാനി മിൻ അഹ്ലിൻ നാർ. 2 വിഭാഗം നരകാവകാശികളിലുണ്ട്. ലം അറഹുമാ ഖൗമുൻ മഅഹും സിയാത്തുൻ കഅദ്നാബിൽ ബഖർ. ഞാൻ അവരെ കണ്ടിട്ടു പോലുമില്ല. അതിലൊരു വിഭാഗം, അവരുടെ കൈകളിൽ ചില ചാട്ടവാറുകളുണ്ട്, പശുക്കളുടെ വാല് പോലെ നീണ്ട ചില വള്ളികളുണ്ട്, വടികളുണ്ട്. യദ്രിബൂന ബിഹന്നാസ്. അതുകൊണ്ട് ജനങ്ങളെ അവർ ദ്രോഹിക്കുകയാണ്. അത്തരക്കാർക്ക് സ്വർഗത്തിൻ്റെ പരിമളമില്ല എന്നാണ് ഹദീസിൻ്റെ അവസാന ഭാഗത്തുള്ളത്. രണ്ടാമത്തെ വിഭാഗത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വനിസാഉൻ. ചില സ്ത്രീകൾ, കാസിയാത്തുൻ, അവർ വസ്ത്രം ധരിച്ചവരാണ്, ആരിയാത്തുൻ, പക്ഷേ ഔറത്ത് പുറത്ത് കാണിക്കുന്ന ആളുകളാണ്, മുമീലാത്തുൻ മായിലാത്തുൻ, ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്നവരാണവർ, റുഊസുന്ന കാസ്നിമത്തിൽ ബുഖ്തിൽ മായില. ഒട്ടകത്തിൻ്റെ പൂഞ്ഞ പോലെയാണ് അവരുടെ തലകൾ, അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയും ഉഴഞ്ഞും മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചും നഗ്നത പുറത്ത് കാണിച്ചുമൊക്കെ നടക്കുന്ന ആളുകൾ. അവരെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുൽനൽ ജന്ന. സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ യജിദന റീഹഹ. ആ സ്വർഗത്തിൻ്റെ മണം പോലും ആസ്വദിക്കാൻ അവർക്ക് കഴിയില്ല. വഇന്ന റീഹഹാ ലയൂജദു മിൻ മസീറത്തി കദാ വകദാ.
അതിവിദൂരത്ത് നിന്ന് ആസ്വദിക്കാൻ കഴിയുന്ന സുഗന്ധമായിട്ട് പോലും അവർക്കത് ലഭ്യമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, സ്വർഗത്തിൻ്റെ സുഗന്ധം ആസ്വദിക്കാൻ കഴിയാത്ത മറ്റൊരു വിഭാഗമാണ് മുആഹിദിനെ കൊല്ലുന്ന ആളുകൾ. മുആഹദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ അഭയം സ്വീകരിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടി ജീവിക്കുന്ന അമുസ്ലിമിനാണ് മുആഹദ് എന്ന് പറയുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖതല മുആഹദൻ, ആരെങ്കിലും മുആഹദിനെ കൊന്നുകളഞ്ഞാൽ ലം യരിഹ് റായിഹത്തൽ ജന്ന, സ്വർഗത്തിൻ്റെ മണം ആസ്വദിക്കാൻ അവന് കഴിയില്ല. വ ഇന്ന റീഹഹ തൂജദു മിൻ മസീറത്തി 40 ആമ, 40 വർഷത്തെ വഴിദൂരത്ത് നിന്ന് അനുഭവിക്കാൻ കഴിയുന്ന ആ സുഗന്ധം അവർക്ക് ലഭിക്കുകയില്ല എന്നാണ്. പ്രജകളോട് മോശമായി പെരുമാറുന്ന, ഗുണകാംക്ഷയില്ലാതെ ഇടപെടുന്ന അധികാരികൾ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്നും അവർക്ക് സ്വർഗത്തിൻ്റെ മണം ആസ്വദിക്കാൻ പോലും സാധ്യമല്ലെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പറയുകയാണ്, മാമിൻ അബിദിൻ ഇസ്തർആഹുല്ലാഹു റഅയ്യ, ഏതെങ്കിലും ഒരു അടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കീഴിൽ ചില പ്രജകളെ കൊടുക്കുന്നു. ഫലം യഹ്തുഹാ ബിനസിഹ, എന്നിട്ട് ആ പ്രജകളോട് ഈ അധികാരി ഗുണകാംക്ഷയോടുകൂടി പെരുമാറുന്നില്ല എങ്കിൽ ഇല്ലാലം യജിദ് റായിഹത്തൽ ജന്ന, അവന് സ്വർഗത്തിൻ്റെ സുഗന്ധം ആസ്വദിക്കാൻ കഴിയുകയില്ല. സഹോദരങ്ങളെ, നോക്ക് നിങ്ങൾ, അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ തൻ്റെ കീഴിലുള്ള ഭരണീയരെക്കുറിച്ച് മറന്നുപോകുന്ന ഭരണാധികാരികൾ, അവർക്ക് സ്വർഗമില്ലെന്നു മാത്രമല്ല സ്വർഗത്തിൻ്റെ മണമില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അതൊക്കെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അകാരണമായി ഒരു കാരണവുമില്ലാതെ തൻ്റെ ഭർത്താവിനോടുള്ള അനിഷ്ടം കാരണം ഭർത്താവിൽ നിന്ന് ത്വലാക്ക് ആവശ്യപ്പെടുന്ന സ്ത്രീക്ക്, കാരണം കൂടാതെ ആവശ്യപ്പെടുന്നവൾക്ക്, മതപരമായൊരു കാരണം ന്യായമില്ലാതെ ആവശ്യപ്പെടുന്നവൾക്ക് സ്വർഗത്തിൻ്റെ മണമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. അയ്യുമംറഅത്തിൻ, ഏതെങ്കിലും ഒരു സ്ത്രീ സഅലത്ത് സൗജഹ, അവളുടെ ഭർത്താവിനോട് ആവശ്യപ്പെട്ടാൽ ത്വലാഖൻ, വിവാഹമോചനം, ഫീ ഗൈരി മാ ബഅസ്, യാതൊരു ആവശ്യവുമില്ലാതെ, ഫഹറാമുൻ അലൈഹാ റായിഹത്തുൽ ജന്ന, അപ്പോൾ അവളുടെ മേൽ സ്വർഗത്തിൻ്റെ സുഗന്ധം നിഷിദ്ധമാവുകയാണ്, സ്വർഗത്തിൻ്റെ സുഗന്ധം അവൾക്ക് ലഭ്യമല്ലാതെ പോവുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, നരച്ച മുടി കറുപ്പിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൻ്റെ സുഗന്ധം ആസ്വദിക്കാൻ കഴിയില്ല എന്നാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, യകൂനു ഖൗമുൻ യഖ്ലിബൂന ഫീ ആഖിരിസ് സമാൻ, അവസാന കാലത്ത് ചായം പിടിപ്പിക്കുന്ന, നരച്ച മുടികൾ കറുപ്പിക്കുന്ന ചില ആളുകൾ വരും. ബിസ്സവാദ്, കറുത്ത ചായം കൊണ്ട് തലയിൽ നരച്ച മുടികളെ കറുപ്പിക്കുന്ന ആളുകൾ വരും. കഹവാസിലിൽ ഹമാം, പ്രാവുകളുടെ തല പോലെ. ലാ യരിഹൂന റായിഹത്തൽ ജന്ന, അവർക്ക് സ്വർഗത്തിൻ്റെ മണം ആസ്വദിക്കാൻ സാധ്യമല്ല. സഹോദരൻ, നമ്മളൊക്കെ നിസ്സാരം എന്ന് കാണുന്ന ചില കാര്യങ്ങളാണ്, പക്ഷേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല. അതിവിദൂരത്തേക്ക് അടിച്ചു വീശുന്ന സ്വർഗത്തിൻ്റെ സുഗന്ധം പോലും അത്തരക്കാർക്ക് ആസ്വദിക്കാൻ കഴിയില്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഏതെങ്കിലും ഒരു വ്യക്തിയെ തൻ്റെ പിതാവിലേക്കല്ലാതെ പിതൃത്വം ചേർത്തി പറയുന്നുവെങ്കിൽ അങ്ങനെ പറയുന്നവന് സ്വർഗമില്ല, സ്വർഗത്തിൻ്റെ പരിമളമില്ല. നോക്കൂ, പ്രവാചക വചനം, മനിദ്ദഅ ഇലാ ഗൈരി അബീഹി, ഏതെങ്കിലും ഒരാൾ തൻ്റെ യഥാർത്ഥ പിതാവിലേക്കല്ലാതെ ഒരുത്തനെ ചേർത്തി പറഞ്ഞാൽ ലം യറഹു റായിഹത്തൽ ജന്ന, അവന് സ്വർഗത്തിൻ്റെ മണം ആസ്വദിക്കാൻ കഴിയുകയില്ല. വ ഇന്ന റിയഹ ലയൂജദു മിൻ മസീറത്തി 500 ആം, അവിടെയാണ് 500 വർഷത്തെ വഴിദൂരത്തേക്ക് അടിച്ചു വീശുന്ന സ്വർഗത്തിൻ്റെ സുഗന്ധം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞു വെക്കുകയും പ്രത്യേകം ആ കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷ തേടുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. സഹോദരങ്ങളെ, ആ സ്വർഗം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്മുടെ മുൻഗാമികൾ, സച്ചരിതരായ പൂർവ്വസൂരികൾ, അവർ ആ സ്വർഗത്തിനു വേണ്ടി ആഗ്രഹിക്കുക മാത്രമല്ല, ആ സ്വർഗത്തിനു വേണ്ടി നന്നായി അധ്വാനിക്കുകയും ചെയ്തിരുന്നു. അതാണ് ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവായ കൊണ്ട് തന്നെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് 4 ഖലീഫമാർ, അൽ അഷറത്തുൽ മുബശ്ശറൂന ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞിട്ടുള്ള 10 പേർ,
സ്വർഗത്തിലെ നേതാക്കന്മാർ, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ സ്വർഗത്തിലെ മധ്യവയസ്കരുടെ നേതാക്കൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അബൂബക്കരിൻ വ ഉമറു സയ്യിദാ ഖുഹൂലി അഹ്ലിൽ ജന്ന മിൻ അവ്വലീന വൽ ആഖിരീന മാ ഖലൻ നബിയ്യീന വൽ മുർസലീന ലാ തുഖ്ബിറുഹുമാ യാ അലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും മധ്യവയസ്കരുടെ നേതാക്കന്മാരാണ്. കേട്ടോ, മധ്യവയസ്കരുടെ നേതാവാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. യുവാക്കളുടെ നേതാക്കൾ ഹസനും ഹുസൈനുമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. പ്രവാചകൻ പറയുന്നു, അൽ ഹസനു വൽ ഹുസൈനു സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന. ഹസനും ഹുസൈനും സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാരാണ്. സഹോദരങ്ങളെ, ഇങ്ങനെയൊക്കെ പ്രവാചക വചനങ്ങളിൽ നമുക്ക് കാണാം. ചിലർ ശുഹദാക്കളുടെ നേതാവ് എന്നാ പറഞ്ഞത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സയ്യിദു ശുഹദാ ഹംസത്തു ബിനു അബ്ദുൽ മുത്തലിബ്. ശുഹദാക്കളുടെ നേതാവ് ഹംസ റളിയല്ലാഹു അൻഹു ആകുന്നു. ശുഹദാക്കളുടെ രക്തസാക്ഷികളുടെ നേതാവാണ് ഹംസ റളിയല്ലാഹു അൻഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആരാണ്? അൽ അശറത്തുൽ മുബശ്ശറൂന ബിൽ ജന്ന. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേർ, 4 ഖലീഫമാരാണ്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും ജമീഅ. ഇവരാണ് 4 പേര് എങ്കിൽ ബാക്കി 6 പേർ ആരൊക്കെയാണ്? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു, സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. ഈ 10 പേരാണ് പ്രത്യേകം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നോക്കൂ, വേറെയും ചില ആളുകളുണ്ട് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരായി. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. ഇവരെ കുറിച്ചൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ദഖൽതുൽ ജന്നത്തൽ ബാരിഹ ഫനളർതു ഫീഹാ ഫഇദാ ജഅഫറുൻ യതീറു മഅൽ മലായിക വഇദാ ഹംസ മുത്തഖിഉൻ അലാ സരീർ. എനിക്ക് ഇന്നലെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവസരമുണ്ടായി. ഞാൻ ആ സ്വർഗത്തിൽ നോക്കുന്ന സമയത്തതാ ജഅഫർ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ മലക്കുകളോടൊപ്പം പാറി കളിക്കുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹു ആകട്ടെ ഒരു കസേരയിൽ ചാരിയിരിക്കുന്നതും ഞാൻ കണ്ടു. സഹോദരങ്ങൾ, നോക്ക് നിങ്ങൾ, ഇഹലോകത്ത് വെച്ച് തന്നെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളുകളാണ് ഇവരെ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അബ്ദുല്ലാഹ് ഇബ്നു സലാം ആശിറു അശറത്തിൻ ഫിൽ ജന്ന. അബ്ദുല്ലാഹ് ഇബ്നു സലാം സ്വർഗത്തിൽ 10 പേരിൽ 10-ാമനാണ്. സ്വർഗത്തിലാണ് അദ്ദേഹം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. യാസിർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും അവർ സ്വർഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. പ്രവാചകന്റെ വളർത്തുപുത്രനായി ജീവിച്ച സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു, ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു, അബൂദർദാ റളിയല്ലാഹു അൻഹു, അബൂദഹ്ദാ റളിയല്ലാഹു അൻഹു, ഹാരിസത്ത് ഇബ്നു സുറാഖ റളിയല്ലാഹു അൻഹു, വർഖബത്ത് ഇബ്നു നൗഫൽ, സെയ്ദ് ഇബ്നു അംർ, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് അവരൊക്കെ സ്വർഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതുപോലെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്ത്രീകളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ആയിഷ റളിയല്ലാഹു അൻഹാ സ്വർഗത്തിൽ നേതാവാകുന്നു. സയ്യിദാത്തു നിസാഇ അഹ്ലിൽ ജന്ന ബഅദ മറിയം ബിൻതി ഇമ്രാൻ ഫാത്തിമ വ ഖദീജ വ ആസിയ ഇംറതു ഫിർഔൻ. മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിലെ ഉന്നതരനാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഖദീജ റളിയല്ലാഹു അൻഹ, ആസിയ റളിയല്ലാഹു അൻഹ എന്ന് പ്രവാചകൻ പറയുന്നു. ഫാത്തിമ സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശികളിലെ സ്ത്രീകളുടെ നേതാവാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന് പ്രവാചകൻ പറഞ്ഞു. ആയിഷത്തു സൗജി ഫിൽ ജന്ന, എൻ്റെ ഇണയായ ആയിഷ റളിയല്ലാഹു അൻഹ സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു.
ഹഫ്സ റളിയല്ലാഹു അൻഹ സ്വർഗത്തിലാണെന്ന്, സുമയ്യ റളിയല്ലാഹു അൻഹ, ഉമ്മു ഹറാം ബിൻത്ത് മൽഹാൻ റളിയല്ലാഹു അൻഹ, ഇങ്ങനെയുള്ള കുറേ സ്ത്രീകളുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് അവരൊക്കെ സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരൊക്കെ ഇഹലോകത്ത് വെച്ച് തന്നെ സ്വർഗത്തിലാണ് എന്ന് സന്തോഷ വാർത്ത ലഭിച്ചവരാണെങ്കിലും അവർ സ്വർഗത്തിനു വേണ്ടി എപ്പോഴും കഠിനാധ്വാനം ചെയ്തിരുന്നു എന്നാണ് ഹദീസുകളിൽ നിന്ന്, ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി പ്രത്യേകം പാരായണം ചെയ്യപ്പെടാൻ പഠിപ്പിച്ചിട്ടുള്ള ചില സൂറത്തുകളുണ്ട്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഖുർആൻ ഓതുക എന്നത് തന്നെ സ്വർഗത്തിൽ എത്താൻ കാരണമാകുന്ന കാര്യമാണ്. പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ഇഖ്റ വർഖ വറത്തിൽ കമാ കുൻത തുറത്തിലു ഫിദ് ദുനിയ ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തുഖറഉ ഫീഹാ. ഒരു വിശ്വാസി സ്വർഗത്തിലെത്തുമ്പോൾ അവനോട് പറയും, നീ പാരായണം ചെയ്യുക, നീ കയറിപ്പോവുക, നീ ദുനിയാവിൽ ചെയ്തതുപോലെ എത്ര ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ചാണ് നിന്റെ ഉയർച്ച എന്ന് അവരോട് പറയപ്പെടും എന്നാണ്. നോക്കൂ, ആയത്തിൽ കുർസീനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഒരുപാട് പ്രത്യേകതകൾ ആയത്തിൽ കുർസീനുണ്ട്. അതിൽ സ്വർഗവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ ആയത്തിൽ കുർസി, ആരെങ്കിലും ആയത്തിൽ കുർസി പാരായണം ചെയ്യുകയാണെങ്കിൽ അഖിബ കുല്ലി സ്വലാത്ത്, ഓരോ നമസ്കാരത്തിൻ്റെയും ഒടുവിൽ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്ന, അവന് പിന്നെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ തടസ്സമില്ല, ഇല്ലാ അൻ യമൂത്ത്, അവൻ മരണപ്പെടണമെന്നതല്ലാതെ, അവൻ മരിച്ചു പോകണമെന്നതല്ലാതെ സ്വർഗത്തിലേക്ക് പിന്നെ അവന് തടസ്സമില്ല. സഹോദരങ്ങളെ, ഓരോ 5 നേരത്തെ നമസ്കാരവും, നമ്മുടെ ഫർള് നമസ്കാരത്തിന് ശേഷവും ആയത്തിൽ കുർസി പാരായണം ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്ന് പറയുകയാണ്, റസൂലേ, ഞങ്ങൾക്കുള്ള ഒരു ഇമാമ് ഏത് സൂറത്ത് ഓതുകയാണെങ്കിലും എല്ലാ റക്അത്തിലും സൂറത്തുൽ ഇഖ്ലാസ് കൂടി അയാൾ പാരായണം ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, ശരിയാണോ ഇവർ പറയുന്നത്? അതേ പ്രവാചകരെ, എനിക്ക് സൂറത്തുൽ ഇഖ്ലാസിനോട് വല്ലാത്ത ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിക്കുകയാണ്, ഹുബ്ബുക ഇയ്യാഹാ യുദ്ഖിലുകൽ ജന്ന, നിന്റെ ആ സ്നേഹം നിന്നെ സ്വർഗത്തിൽ എത്തിക്കട്ടെ. ആ സൂറത്തുൽ ഇഖ്ലാസിനോടുള്ള നിന്റെ സ്നേഹം മതി നിനക്ക് സ്വർഗത്തിൽ പോകാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്കിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂറത്തുൻ മിനൽ ഖുർആനി 30 ആയ, ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, 30 ആയത്തുകളാണ് അതിലുള്ളത്. ഖാസമത്ത് അൻ സ്വഹിബിഹാ, ആ സൂറത്ത് അത് പാരായണം ചെയ്തവനു വേണ്ടി വാദിക്കും. ഹത്താ അദ്ഖലത്തുൽ ജന്ന, അവനെ സ്വർഗത്തിൽ അങ്ങ് പ്രവേശിപ്പിക്കുന്നതുവരെ. വഹിയ സൂറത്തു തബാറക, അത് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുൽക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള സൂറത്തുകൾ, ആയത്തുകൾ ഒക്കെ പാരായണം ചെയ്യുക എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ചില ദിക്റുകളെക്കുറിച്ചൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്രകാരം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ഒരു വിശ്വാസി ചൊല്ലുന്ന ദിക്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ. എന്താണ് സ്വർഗവുമായി അതിനുള്ള ബന്ധം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിൻ്റെ താക്കോലാണ്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള താക്കോലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നവിടുന്ന് പഠിപ്പിച്ചു. മാത്രവുമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ആരുടെയെങ്കിലും അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ അവന് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. സഹോദരങ്ങൾ, നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും വേണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനത്തെ നിമിഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖിനു വേണ്ടി, കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് ലോകത്തോട് വിട പറയാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നോക്കൂ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമുക്കറിയാവുന്ന കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയ്യിദുൽ ഇസ്തിഗ്ഫാർ അൻ തഖൂൽ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയാൽ നീ പറയലാണ്, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത
ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ലക ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന ഈ ദിക്റിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും വമൻ ഖാലഹാ മിനൻ നഹാർ മൂഖിനം ബിഹാ ഫമാത മിൻ യൗമിഹി ഖബ്ല അൻ യുംസിയ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന. ദൃഢവിശ്വാസത്തോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി ഒരാൾ രാവിലെ ഇത് ചൊല്ലുകയും വൈകുന്നേരമാകുന്നതിന് മുമ്പ് അവൻ മരണപ്പെടുകയും ചെയ്താൽ അവന് സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. ആരെങ്കിലും വൈകുന്നേരത്ത് ഇത് പറയുകയും നേരം പുലരുന്നതിന് മുമ്പ് അയാൾ മരണപ്പെടുകയും ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഈ ദിക്റുകൾ സ്വർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ പറയുന്നു, മൻ ഖാല സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി, ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി എന്ന് പറയുന്നുവെങ്കിൽ ഉരിസത് ലഹു നഖലത്തുൻ ഫിൽ ജന്ന, അവന് വേണ്ടി സ്വർഗത്തിൽ ഈത്തപ്പന നട്ടുപിടിപ്പിക്കുന്നതാണ്. സഹോദരങ്ങൾ നോക്കി നിങ്ങൾ, നമുക്കൊക്കെ എളുപ്പത്തിൽ ചൊല്ലാവുന്ന എത്ര ദിക്റുകൾ ഇപ്പോൾ പറഞ്ഞു, എത്ര സൂറത്തുകൾ പറഞ്ഞു, ആയത്തുകൾ പറഞ്ഞു. ഇതൊക്കെ സ്വർഗത്തിലേക്കുള്ള വലിയ മുതൽക്കൂട്ടുകളാണ്. വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചൊല്ലാൻ തയ്യാറാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അലാ അദുല്ലുക അലാ ബാബിൻ മിൻ അബ്വാബിൽ ജന്ന, സ്വർഗ കവാടങ്ങളിലെ ഒരു കവാടം ഏതാണെന്ന് ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ? ചില ഹദീസുകളിലുള്ളത് കെൻസിൻ മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ നിധികളിലെ ഒരു നിധി ഏതെന്ന് നാം അറിയിച്ചു തരട്ടെയോ? സ്വഹാബത്ത് അതേ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും കഴിവും ഇല്ലേ ഇല്ല എന്ന് പറയുന്ന ആളുകൾക്കാണ് അപ്രകാരം സ്വർഗത്തിൽ പ്രവേശനമുള്ളത്. അത് സ്വർഗത്തിലെ നിധിയാണ്, സ്വർഗ കവാടങ്ങളിലെ ഒരു കവാടമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇനി നോക്ക് നിങ്ങൾ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമ്മെ സഹായിക്കുന്ന മറ്റൊരു കാര്യമാണ് വുളു ചൊല്ലി അതിന് ശേഷമുള്ള ദിക്ർ ചൊല്ലുക എന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന ദിക്ർ ചൊല്ലുന്നവന് സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മാത്രവുമല്ല, ബാങ്ക് വിളിക്കുന്നതിനെ സംബന്ധിച്ച് പ്രവാചകൻ പറയുന്നു, മൻ അദ്ദന സിൻതൈ അശ്റത സന, ആരെങ്കിലും 12 വർഷം ബാങ്ക് വിളിച്ചാൽ വജബത് ലഹുൽ ജന്ന, വജബത് ലഹുൽ ജന്ന, അവന് സ്വർഗം ഉറപ്പാണ്. സഹോദരങ്ങൾ, ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മഹത്വം നോക്കി നിങ്ങൾ, അവന് സ്വർഗം ഉറപ്പാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതേപോലെ സ്വർഗം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് സ്വർഗത്തെ നമ്മൾ തേടുക, റബ്ബിനോട് യാചിക്കുക സ്വർഗത്തിനു വേണ്ടി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, മൻ സഅലല്ലാഹൽ ജന്നത സലാസ മർറാത്ത്, ആരെങ്കിലും 3 തവണ സ്വർഗത്തെ ചോദിച്ചാൽ ഖാലത്തിൽ ജന്ന, സ്വർഗം പറയുകയാണ് അല്ലാഹുമ്മ അദ്ഖിൽഹു, അല്ലാഹുമ്മ അദ്ഖിൽഹു, അല്ലാഹുവേ അയാളെ സ്വർഗത്തിലേക്ക് നൽകണമേ. ആരെങ്കിലും നരകത്തിൽ നിന്ന് 3 തവണ രക്ഷ തേടിയാൽ നരകം പറയും അല്ലാഹുമ്മ അജ്റുഹു, അല്ലാഹുമ്മ അജ്റുഹു, അല്ലാഹുവേ ഈ നരകത്തിൽ നിന്ന് അയാളെ മാറ്റി നിർത്തണമേ എന്ന് പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, കൂടുതൽ ദീർഘമായി സംസാരിക്കല്ല, സ്വർഗം തടയപ്പെടുന്ന ചില വിഭാഗങ്ങളെ വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ശിർക്കും കുഫറും ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. സ്വർഗത്തിൽ നിന്ന് തടയപ്പെടുന്ന ആളുകളാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രംഗം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരലോകത്ത് തൻ്റെ പിതാവിനെ വളരെ പ്രയാസപ്പെട്ട നിലയിൽ കാണുമ്പോൾ പിതാവിനോട് പറയും, എന്നെ അനുസരിക്കണമെന്ന് ഉപ്പ ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഉപ്പ തിരിച്ചു പറയും, ഇന്നു മുതൽ ഞാൻ നിന്നെ അനുസരിക്കാൻ തയ്യാറാണ് മോനെ. ഇബ്രാഹിം അലിഹിസ്സലാം നബി അള്ളാഹുവിനോട് ചോദിക്കും, അള്ളാഹുവേ അന്ത്യനാളിൽ എന്നെ വഷളാക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നില്ലേ? എൻ്റെ ഉപ്പാനെ ഇങ്ങനെ കാണുന്നതിനേക്കാൾ വലിയ വഷളത്തരം എന്താണ്? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഒന്ന് നോക്കാൻ പറയും.
ഇബ്രാഹിം അലൈഹിസ്സലാം തൻ്റെ പിതാവിനെ നോക്കുമ്പോൾ പൊടിപുരണ്ട ചെളിയുള്ള ആകെ വികൃതമായ ഒരു കഴുതപ്പുലിയുടെ രൂപത്തിൽ തൻ്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്നതായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാണും. അവൻ്റെ കുടുമ പിടിച്ച് നരകത്തിലേക്ക് എറിഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നി ഹറംതുൽ ജന്ന അലൽ കാഫിരീൻ. ഓ ഇബ്രാഹിം, തീർച്ചയായും അവിശ്വാസികളുടെ മേൽ, കാഫിറുകളുടെ മേൽ ഞാൻ സ്വർഗം നിഷിദ്ധമാക്കിയിട്ടുണ്ട്. സ്വർഗം നിഷിദ്ധമാണ് അവർക്ക് സ്വർഗമില്ല. സ്വർഗം തടയപ്പെടുന്നവരിലെ വമ്പന്മാർ, മുന്നിൽ നിൽക്കുന്ന ആളുകൾ കാഫിറുകളും മുശ്രിക്കുകളുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയും അങ്ങനെ ഇബ്രാഹിം നബിയുടെ പിതാവിനെ നരകത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്യും. സഹോദരങ്ങളെ, ശിർക്കിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താ? ആരെങ്കിലും അല്ലാഹുവിൽ പങ്കുചേർത്താൽ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ്റെ മേൽ സ്വർഗം നിഷിദ്ധമാക്കുകയാണ്. വമഅവാഹുന്നാർ, നരകം അവൻ്റെ സങ്കേതമാണ്. സ്വർഗം നിഷിദ്ധമാവുകയും നരകം അവൻ്റെ സങ്കേതമായി തീരുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ സ്വർഗം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ വേറെയും ഒരുപാട് കാര്യങ്ങൾ ഹദീസുകളിൽ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. സ്വർഗത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അല്ലാഹുവിനെ കാണാനാവുക എന്നതാണ്. അല്ലാഹുവിനെ കാണാൻ ആഗ്രഹിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ കാണണമെന്നും അവരോട് സംസാരിച്ചിരിക്കണമെന്നും നമുക്ക് തോന്നാറില്ലേ? നമ്മുടെ മക്കളെ, നമ്മുടെ ഇണകളെ ഒക്കെ എപ്പോഴും കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? മരിച്ചുപോയ നമ്മുടെ ഉപ്പയെയും ഉമ്മയെയും കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? സഹോദരങ്ങളെ, എങ്കിൽ നമ്മളേറെ ഇഷ്ടപ്പെടുന്ന എല്ലാം നമുക്ക് ചെയ്തു തന്ന വദൂദായ, സ്നേഹനിധിയായ, റഹ്മാനായ, കാരുണ്യവാനായ അള്ളാഹുവിനെ കാണുക എന്നത് നമ്മുടെ ഇഷ്ടമായി മാറണം. അതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. ഇഹലോകത്ത് വെച്ച് അള്ളാഹുവിനെ കാണുക സാധ്യമല്ല എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ കാണാൻ ആഗ്രഹിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പർവ്വതത്തിലേക്ക് നോക്കാൻ ആവശ്യപ്പെടുകയും പർവ്വതത്തിൽ വെളിവായപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാം തളർന്നു വീഴുകയും പർവ്വതം തകർന്നു പോവുകയും ചെയ്തത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. പക്ഷേ പരലോകത്തെ വിശ്വാസികൾ അള്ളാഹുവിനെ കാണും. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, റസൂലേ, ഞങ്ങളുടെ രക്ഷിതാവിനെ കാണുമോ? പ്രവാചകൻ തിരിച്ചു ചോദിച്ചു, പൂർണ്ണ ചന്ദ്രനുള്ള നിലാവുള്ള രാവിൽ ചന്ദ്രനെ കാണാൻ നിങ്ങൾക്ക് തടസ്സമുണ്ടാകുമോ? അവർ പറഞ്ഞു, ഇല്ല. കാർമേഘങ്ങളൊന്നുമില്ലെങ്കിൽ സൂര്യനെ കാണാൻ നിങ്ങൾക്ക് തടസ്സമുണ്ടാകുമോ? അവർ പറഞ്ഞു, ഇല്ല. എങ്കിൽ അതുപോലെ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ലാ തുളാമ്മൂന ഫീ റുയതിഹി, അവനെ കാണുന്നതിൽ യാതൊരു മറയും ഇല്ലാത്ത വിധം, ഒരു മറയില്ലാത്ത വിധത്തിൽ നമ്മുടെ റബ്ബിനെ നമ്മൾ കാണും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ ഒന്നുകൂടി പറഞ്ഞു, ചില ഹദീസുകളിൽ കാണാം, അങ്ങനെ അള്ളാഹുവിനെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഒരു നമസ്കാരം അഥവാ അസ്ർ നമസ്കാരം, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള നമസ്കാരം അഥവാ സുബ്ഹ് നമസ്കാരം, ഈ രണ്ട് നമസ്കാരങ്ങളിലും നിങ്ങൾ കൃത്യമായി സമയം തെറ്റാതെ സൂക്ഷ്മതയോടെ ഖുശൂഓടെ തുമഅനീനത്തോടെ പുലർത്തിപ്പോരണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് സ്വർഗമുണ്ട് അഥവാ ഹുസ്ന എന്നാണ് ഉപയോഗിച്ചത്. സിയാദ എന്നും വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചു. അവിടെ സിയാദത്ത് എന്ന് ഉപയോഗിച്ചിടത്ത് മുഫസ്സിറുകൾ പ്രത്യേകം പഠിപ്പിച്ചു തരുന്നു, അത് അള്ളാഹുവിൻ്റെ വജ്ഹ് കണ്ടാസ്വദിക്കാനുള്ള തൗഫീഖാണ്. അൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ സ്വർഗവും, സിയാദ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ കാണാനുള്ള തൗഫീഖുമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് എന്താ? വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അന്ന് ചില മുഖങ്ങൾ പ്രസന്നമാണ്, സന്തോഷഭരിതമാണ്, തെളിഞ്ഞ മുഖങ്ങളാണ്, വളരെ സന്തോഷത്തോടെയുള്ള ചില മുഖങ്ങളുണ്ട്. എന്തേ കാരണം? ഇലാ റബ്ബിഹാ നാദിറ, തങ്ങളുടെ രക്ഷിതാവിലേക്ക് നോക്കി കണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ മുഖം കണ്ടാസ്വദിക്കാൻ സാധിച്ചതിനാൽ അന്ന് ചിലരുടെ മുഖങ്ങൾ പ്രസന്നമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. എന്നാൽ സഹോദരങ്ങളെ, ഖുർആൻ തന്നെ പറഞ്ഞു, ചില ആളുകൾക്കിടയിൽ
അന്നേ ദിവസം റബ്ബിനെ കാണാൻ പറ്റാതെ ലമഹ്ജൂബൂൻ, മറയിടപ്പെടുന്നതാണ്. കാഫിറുകൾക്ക് അള്ളാഹുവിൻ്റെ ഇടയിൽ മറയിടപ്പെടുകയും അവർക്ക് കാണാൻ സാധിക്കുകയുമില്ല എന്നാണ്. സഹോദരങ്ങൾ, ഇതൊക്കെ വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്ന യാഥാർത്ഥ്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനെ കാണുക എന്നത് നമ്മുടെ ഒരു ആഗ്രഹമായി മാറണം. അതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ തൗഫീഖ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരടിമക്ക് വേണ്ടതെല്ലാം കൊടുത്തിട്ട് അള്ളാഹു സ്വർഗാവകാശികളോട് ചോദിക്കും, ഇനി നിങ്ങൾക്ക് വല്ലതും ആവശ്യമുണ്ടോ? ഹൽ തുരീദൂന ശൈഅൻ ഉസീദുക്, ഇതിലും വല്ലതും വർദ്ധിപ്പിച്ചു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? സ്വർഗാവകാശികൾ പറയും, അല്ലാഹുവേ, നീ ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ, നീ ഞങ്ങൾ ആളിക്കത്തുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലേ, നീ ഞങ്ങളുടെ മുഖങ്ങൾക്ക് പ്രകാശം ചൊരിഞ്ഞു തന്നില്ലേ, ഇതിലും വലുത് എന്താണ്? അപ്പോൾ ഒരു മറ നീക്കപ്പെടുകയും അള്ളാഹുവിനെ അവർ കാണുകയും അതിനോളം വലിയൊരു ആസ്വാദനം അവർക്ക് വേറെ ഇല്ലാത്ത വിധം അവരതിൽ എത്തുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ പ്രവാചക വചനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സഹോദരങ്ങളെ, ചുരുക്കുകയാണ്, നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിൽ ജീവിതത്തിൻ്റെ അപ്പുറമുള്ള പരലോക ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇന്നത്തോടെ ഈ പരമ്പര അവസാനിക്കുമ്പോൾ നിങ്ങൾ ആ പഴയ ക്ലാസ്സുകളിലേക്ക്, പഴയ നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങളിലേക്ക് ഒന്ന് മനസ്സിനെ കൊണ്ടുപോകണം. നമ്മുടെ മരണം ഒരു നല്ല മരണമാകണം. ഖബർ ശിക്ഷയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ ചെന്ന് നിൽക്കുമ്പോൾ സമാധാനം ലഭിക്കുന്ന, അർശിൻ്റെ തണൽ ലഭിക്കുന്ന ആളുകളിൽ നമ്മൾ ഉണ്ടാകണം. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച് വലത് കൈയിൽ നമുക്ക് നമ്മുടെ രേഖ കിട്ടണം. സിറാത്തും കടന്ന് മീസാനും കഴിഞ്ഞ് വിചാരണയും കഴിഞ്ഞ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, പരിശ്രമിക്കുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.